அனைவருக்கும் வணக்கம். இன்று நான் பாரதியாரின் 2 சிறிய கவிதைகள், ஒன்று அக்கினி குஞ்சு, இன்னொன்று നന്ദലാല. அந்த 2 കവിതകളെയും ഉങ്ങൾ മുൻ ചൊല്ലപ്പോകുകയാണ്. അഗ്നിയെയാണ് അക്കിനി എന്ന് തമിഴിൽ പറയുന്നത്. കുഞ്ഞ് അതാണ് കുഞ്ച് എന്ന് പറയുന്നത്. അക്കിനി കുഞ്ച്, അഗ്നിയായ കുഞ്ഞ്, അഗ്നി കുഞ്ഞ്. ഇവിടെ അഗ്നിയെ മഹാകവി ഭാരതിയാർ എപ്പോഴും ദൈവമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അഗ്നി ദൈവമാണ്. ഇനി നമ്മളിൽ ഓരോരുത്തർക്കും മനസ്സിൽ ദൈവമുണ്ട്. മനസ്സ് ശുദ്ധിയായിരുന്നാൽ ദൈവം അവിടെ കാണും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ മനസ്സിനെ നമുക്ക് ദൈവമാക്കാൻ പറ്റും. അപ്പോൾ അഗ്നി എന്ന് പറയുന്ന ദൈവം എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. മനസ്സ് പരിശുദ്ധിയായി ഇരുന്നാൽ അവിടെ ദൈവം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മനുഷ്യൻ നല്ല മനുഷ്യനായി ജീവിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഈ നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ അല്പത്തരം മോശമായ ഗുണങ്ങൾ ഇതൊന്നും മനസ്സിൽ ഇല്ലാതിരിക്കണം. അപ്പോഴാണല്ലോ മനുഷ്യൻ നല്ല മനുഷ്യനാകുന്നത്. അപ്പോൾ ഇവിടെ ഭാരതിയാർ എല്ലാ മനുഷ്യരെയും നല്ല മനുഷ്യരാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയ ഒരു കവിതയാണ് ഈ അക്കിനി കുഞ്ച് എന്ന് പറയുന്ന കവിത. അപ്പോൾ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മനസ്സിനെ ഒരു നല്ല മനസ്സായി മാറ്റിയ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. അതായത് ഈ അഗ്നിയായ ഈ മനസ്സിനെ അല്പത്തരം എന്ന് പറയുന്ന കാട്, ആ കാട്ടിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ മാളത്തിൽ ഞാൻ കൊണ്ടുവച്ചു. അഗ്നിയായ എൻ്റെ മനസ്സിനെ കാട്ടിലുള്ള ഒരു വൃക്ഷത്തിൽ ഇരിക്കുന്ന മാളത്തിൽ ഞാൻ വച്ചപ്പോൾ ആ അഗ്നിയുടെ ശക്തി കൊണ്ട്, അതായത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ആ കാട് നശിച്ചു പോയി. കാട് നശിച്ചപ്പോൾ ഈ മനുഷ്യനായ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ അല്പത്തരം മറ്റുള്ള മോശമായ ഗുണങ്ങളെല്ലാം അതിലങ്ങ് കരിഞ്ഞ് നശിച്ചു പോയി. അതോടുകൂടി ആ മനുഷ്യൻ നല്ല മനുഷ്യനായി മാറി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു വളരെ അർത്ഥപൂർവമായ ഒരു കവിതയാണ്. അഗ്നിയായ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് മനുഷ്യൻ്റെ മോശമായ ഗുണങ്ങളെല്ലാം നശിച്ച് ഒരു നല്ല മനുഷ്യൻ അവിടെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു കവിത. ഇനി കവിതയുടെ അർത്ഥം പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറേ കൂടെ വ്യക്തമായി മനസ്സിലാവും. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ അങ്കൊരു കാട്ടിലോർ പൊന്തിടൈ വൈത്തേൻ. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ അങ്കൊരു കാട്ടിലോർ പൊന്തിടൈ വൈത്തേൻ. വെന്ത് തണിന്തത് കാട്, വെന്ത് തണിന്തത് കാട്, തഴൽ വീരത്തിൽ കുഞ്ചെൻറും മൂപ്പൻറും ഉണ്ടോ. തത്തരികിട തത്തരികിട തിത്തോം, തത്തരികിട തത്തരികിട തിത്തോം, തത്തരികിട തത്തരികിട തിത്തോം, തത്തരികിട തത്തരികിട തിത്തോം. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ. അഗ്നിയായ ആ കുഞ്ഞിനെ ഞാൻ അങ്ങ് ദൂരത്തിൽ കാട്ടിൽ വൃക്ഷത്തിലുള്ള മാളത്തിൽ കൊണ്ടുവച്ചു. അവിടെ കൊണ്ടുവച്ചപ്പോൾ അഗ്നിയുടെ ശക്തി കൊണ്ട് അത് മൊത്തവും കത്തി എരിഞ്ഞ് ആ കാട് നശിച്ചുപോയി. കാട് നശിച്ചപ്പോൾ മാളത്തിലുള്ള കൂട്ടിലുണ്ടായിരുന്ന പക്ഷിയുടെ കുഞ്ഞുങ്ങളും പക്ഷിയും എല്ലാം മൊത്തവും കത്തിപ്പോയി. അതായത് ഇവിടെ ഞാൻ എൻ്റെ മനസ്സിലുള്ള മോശമായ ഗുണങ്ങളും അല്പത്തരവും എല്ലാം മാറാൻ വേണ്ടി വിചാരിച്ച് ദൈവത്തിന് എൻ്റെ മനസ്സിലോട്ട് കുടിയമർത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തി കൊണ്ട്, അഗ്നിദേവൻ്റെ ശക്തി കൊണ്ട്, ദൈവം അഗ്നിയാണല്ലോ, എൻ്റെ മോശമായ ഗുണങ്ങളൊക്കെ മാറി ഞാൻ നല്ലവനായി മാറി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കവിതയാണത്. അത് കഴിഞ്ഞ ഉടനെ മിന്നലടിക്കുന്നു, മഴ പെയ്യുന്നു എന്നും കൂടെ വരുന്ന ഒരു കവിത. വേറെ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് നോക്കുക. ഞാൻ ഒന്നുകൂടെ മൊത്തവും വായിക്കുകയാണ്. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ അങ്കൊരു കാട്ടിലോർ പൊന്തിടൈ വൈത്തേൻ. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ അങ്കൊരു കാട്ടിലോർ പൊന്തിടൈ വൈത്തേൻ. വെന്ത് തണിന്തത് കാട്, വെന്ത് തണിന്തത് കാട്, തഴൽ വീരത്തിൽ കുഞ്ചെൻറും മൂപ്പൻറും ഉണ്ടോ. തത്തരികിട തത്തരികിട തിത്തോം, തത്തരികിട തത്തരികിട തിത്തോം,
തത്തരികിട തത്തരികിട തിത്തോം തത്തരികിട തത്തരികിട തിത്തോം. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ அங்கொரு காட்டிலோர் பொந்திடை வைத்தேன் வெந்து தணிந்தது காடு வெந்து தணிந்தது காடு தழல் வீரத்தில் குஞ்சென்றும் மூப்பென்றும் உண்டோ தத்தரிகிட தத்தரிகிட தித்தோம் தத்தரிகிட தித்தரிகிட தித்தோம். வெட்டியடிக்கிது மின்னல் கடல் வீரத்திரை கொண்டு விண்ணை இடிக்கிது கொட்டி இடிக்கிது மேகம் கூ கூ என்று விண்ணை குடையிது കാറ്റ്. വെട്ടിയിടിക്കിത് മിന്നൽ, മിന്നലടിക്കുന്നു. കടൽ വീരത്തിரை കൊണ്ട് വിണ്ണയിടിക്കിത്, കടലിൽ സമുദ്രത്തിലെ അലകൾ വിണ്ണൈ ഇടിക്കിത്, ആകാശത്തിനെ തൊടുന്ന രീതിയിൽ ഉയർന്ന് തിരയടിക്കുകയാണ്. കൊട്ടിയിടിക്കിത് മേഘം, മേഘം ആകാശത്തിലുള്ള മേഘം കൊട്ടടിക്കുന്ന പോലെ അങ്ങ് ഒന്നിനോടൊന്ന് തട്ടുകയാണ്. മഴ പെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില സംഭവങ്ങൾ. കൂ കൂവെന്ത് വിണ്ണൈ കുടയത് കാറ്റ്, കൂ എന്നുള്ള ശബ്ദത്തോടു കൂടി ആകാശത്തിൽ കാറ്റ് വീശിയടിക്കുന്നു. ഇതാണ് എൻ്റെ അർത്ഥം. അതായത് കാട് മൊത്തവും അഗ്നിദേവൻ്റെ ശക്തി കൊണ്ട് കരിഞ്ഞു പോയതിന് ശേഷം മഴ പെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പാട്ട്. അതായത് മനുഷ്യനാവാൻ വിചാരിച്ചപ്പോൾ അഗ്നിദേവൻ അവൻ്റെ മനസ്സിലോട്ട് വന്ന് അവനെ നല്ലൊരു മനുഷ്യനായിട്ട്, അവൻ്റെ മനസ്സിനെ നല്ല മനസ്സായി മാറ്റി എന്ന് പറയുന്ന വളരെ അർത്ഥപൂർവമായ ഒരു പാട്ടാണ്. അത് നമ്മൾ പാട്ടിൻ്റെ ആഴം എന്ന് പറയുന്നത് വളരെ വലുതാണ്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ വായിക്കാം. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ അങ്കൊരു കാട്ടിലോർ പൊന്തിടൈ വൈത്തേൻ. അക്കിനി കുഞ്ചൊன்று കണ്ടേൻ അങ്കൊരു കാട്ടിലോർ പൊന്തിടൈ വൈത്തേൻ. വെന്ത് തണിന്തത് കാട് வெந்து தணிந்தது காடு தழல் வீரத்தில் குஞ்சென்றும் மூப்பென்றும் உண்டோ தத்தரிகிட தத்தரிகிட தித்தோம் தத்தரிகிட தத்தரிகிட தித்தோம் தத்தரிகிட தத்தரிகிட தித்தோம் தத்தரிகிட தத்தரிகிட தித்தோம் தித்தோம் தித்தோம். வெட்டியடிக்கிது மின்னல் கடல் வீரத்திரை கொண்டு விண்ணை இடிக்கிது. வெட்டியடிக்கிது மின்னல் கடல் வீரத்திரை கொண்டு விண்ணை இடிக்கிது கொட்டி இடிக்கிது மேகம் கொட்டி இடிக்கிது மேகம் கூ கூ என்று விண்ணை குடையிது காற்று. சட்டச்சட சட்டச்சட டட்டா சட்டச்சட சட்டச்சட டட்டா சட்டச்சட சட்டச்சட டட்டா சட்டச்சட சட்டச்சட ടട്ടാ ടട്ടാ ടട്ടാ. അടുത്തതായിട്ട് നന്ദലാല എന്നുള്ള ഒരു കവിത. ഇതും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. ഈ ലോകം മൊത്തവും ദൈവം വ്യാപിച്ചിരിക്കുകയാണ്, ദൈവമില്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കവിത. കാക്കൈ ചിറകിനിലെ നന്ദലാല നിന്ദൻ കരിയ നിറം തോണ്ടുതയ്യേ നന്ദലാല. பார்க்கும் மரங்களெல்லாம் நந்தலாலா நிந்தன் பச்சை நிறம் தோன்றுதையே நந்தலாலா. கேட்கும் ஒலியிலெல்லாம் நந்தலாலா நிந்தன் கீதம் இசைக்குதடா நந்தலாலா. தீக்குள் விரலை வைத்தால் நந்தலாலா நின்னை தீண்டும் இன்பம் தோன்றுதடா നന്ദലാലാ. അർത്ഥം, കാക്കൈ ചിറകിനിലെ നന്ദലാല. ഇവിടെ നന്ദലാല എന്ന് പറയുന്നത് ദൈവമെന്ന് സങ്കല്പിക്കുക, അത് ശ്രീകൃഷ്ണൻ എന്ന് വിചാരിക്കുക. കാക്കയുടെ ചിറകുണ്ടല്ലോ, കറുത്ത നിറം കാക്ക. ആ കാക്കയുടെ ആ ചിറക് കാണുമ്പോഴേ എനിക്ക് നിൻ്റെ ഓർമ്മയാണ് വരുന്നത്. ആ കറുത്ത നിറം കാണുമ്പോൾ ദൈവമേ നിൻ്റെ ഓർമ്മയാണ് വരുന്നത്. നിന്ദൻ കരിയ നിറം തോണ്ടുതയ്യ, നിൻ്റെ കറുത്ത നിറം എനിക്ക് തോന്നുന്നു, മനസ്സിൽ തോന്നുന്നു. പാർക്കും മരങ്ങളെല്ലാം നന്ദലാല. ഞാൻ നോക്കുന്ന മരങ്ങളൊക്കെ, മരത്തിൻ്റെ നിറം, അതിൻ്റെ ഇലയുടെ നിറം പച്ചയാണല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണനും
കാർമേഘവർണ്ണൻ, പച്ച നിറമുള്ളവൻ അല്ലെങ്കിൽ നീല നിറമുള്ളവൻ. വൃക്ഷത്തിൻ്റെ ഇലയിൽ പച്ച നിറം കാണുമ്പോഴൊക്കെ എനിക്ക് നിൻ്റെ ഓർമ്മയാണ് വരുന്നത്. തോന്നുതയ്യേ നന്ദലാല, തോന്നുന്നല്ലോ ദൈവമേ. കേൾക്കും ഒലിയിലെല്ലാം നന്ദലാല, ഞാൻ കേൾക്കുന്ന ഒലി, ശബ്ദം, ഞാൻ ദിവസവും ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, നിൻ്റെ ശബ്ദമാണ്. എനിക്കത് ഗീതം പോലെയാണ് തോന്നുന്നത്, പാട്ട് പോലെയാണ് എനിക്ക് ആ ശബ്ദങ്ങളെല്ലാം തോന്നുന്നത്. ദൈവശബ്ദം പോലെയാണ്, ദൈവത്തിൻ്റെ പാട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. തീക്കുൾ വിരലൈ വയ്ത്താൽ നന്ദലാല, തീയരകത്തിൻ്റെ വിരൽ കൊണ്ട് വച്ചാലും ഞാൻ നിന്നെ വിചാരിച്ചും കൊണ്ട് ആ തീയരകത്ത് വിരൽ വെച്ചാൽ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല, ചുടുന്നില്ല. അപ്പോൾ ആ തീയരകത്തും ദൈവമേ അഗ്നിദേവനായ നീ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് എൻ്റെ കൈവിരൽ കൊണ്ട് വയ്ക്കാനും ഒരു പേടിയുമില്ല. അവിടെയും വീണ്ടും വീണ്ടും ആ തീ തൊടാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നത് ദൈവമേ നീയാണ്, നിന്നെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. ഒന്നുകൂടെ പാട്ട് പറയാം. കാക്കൈച്ചിറകിനിലെ നന്ദലാല നിന്ദൻ കരിയ നിറം തോன்றுதையே നന്ദലാല, പാർക്കും മരങ്ങളെല്ലാം നന്ദലാല നിന്ദൻ പച്ചை നിറം തോன்றுதையே നന്ദലാല, കേൾക്കും ഒലിയിലെല്ലാം നന്ദലാല നിന്ദൻ ഗീതം ഇസൈക്കുതേടാ നന്ദലാല, കേൾക്കും ഒലിയിലെല്ലാം നന്ദലാല നിന്ദൻ ഗീതം ഇസൈക്കുതേടാ നന്ദലാല, തീക്കുൾ വിരலை தைத்தால் നന്ദലാല നിന്നെ തീണ്ടും ഇன்பം തോன்றுதடா നന്ദലാല, തീക്കുൾ വിരலை வைத்தால் നന്ദലാല നിന്നെ തീണ്ടും ഇன்பം തോன்றுதடா നന്ദലാല, നന്ദലാല 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 നന്ദലാല. അപ്പോൾ ഈ രണ്ട് കവിതകളും ചെറിയ കവിതകളായതുകൊണ്ട് ഇത് രണ്ടും കൂടെ അങ്ങ് ചേർത്ത് പറയുക. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.